കിട്ടിയ ഇൻഫർമേഷൻസ് കറക്റ്റാണ് സാർ. കരുനാഗപ്പള്ളിയിലെ ഹോസ്പിറ്റലിൽ ആരോ പെറ്റിട്ടിട്ട് പോയതാ. ഒരു നേഴ്സാണ് എടുത്ത് വളർത്തിയത്. അലമ്പായിരുന്നു കക്ഷി. പള്ളിപ്പുറത്തുള്ളൊരു ഐസ്ക്രീം പാറിൽ അവൻ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നാൾ മുമ്പ് മുളന്തുരുത്തിൽ ഒരു ചെറിയ കുത്ത്. ഒന്നും ഇതുവരെ ചാർജ് ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മൾ വിചാരിച്ച പോലെ ഒരാൾ തന്നെ സാർ ഇയാൾ. പെർഫെക്റ്റ് ക്യാച്ച്. എനിക്ക് സംശയമില്ല, അതവൻ തന്നെയാ. സാറേ, ഇവനാ സമീർ, പന്തല് പണിയാ. അജയന്റെ കൂട്ടുകാരനാ. ഇങ്ങോട്ട് വാടേ. ഈ അജയൻ നിന്റെ കൂടെ പന്തൽ പണിക്ക് വരാറുണ്ടോ? പണ്ടൊക്കെ വരാറുണ്ടാണ് സാറേ. ഇപ്പം ഈ ഹോട്ടലിൽ പോയി പിന്നെ വരാറില്ല. ഓ, അപ്പം പണിയൊക്കെ അറിയാം. ഈ വീടിൻ്റെ മുകളിൽ കയറിയിട്ട് ഓടളക്കാനുള്ള വിദ്യയൊക്കെ പഠിച്ചിട്ടുണ്ട്. അവൻ കുറച്ചു കാലം ജുവനൈൽ ഹോമിൽ കിടന്നിട്ടില്ലേ? കളവ് കേസില്ല? കളവിനൊന്നുമല്ല സാറേ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആരോ പിടിച്ച് ചിൽഡ്രൻസ് ഹോമിൽ ആക്കിയതാ. ഓ, അപ്പം അവൻ ആ വീട് കംപ്ലീറ്റ് ആയിട്ട് വിട്ടോ? ഇല്ല, ഇപ്പം ഹോട്ടലിൽ കൊടുത്ത മുറിയിലാണ് താമസിക്കുന്നത്. അവന് ലേശം കഞ്ചാവിൻ്റെ പരിപാടിയുണ്ട് സാറേ. ഇടയ്ക്ക് ഗോവയ്ക്ക് പോകാറുണ്ട്. ഉണ്ടോ? എനിക്കറിയില്ല സാറേ. മയക്കുമരുന്ന് കൊണ്ട് നടക്കുന്നവരൊക്കെ പോലീസുകാർ ചോദിച്ചാൽ ഉടനെ അതങ്ങ് സമ്മതിക്കുന്നു ഞങ്ങൾ വിചാരിക്കുന്നതാണ് നീ കരുതിയത്? അല്ലാണ്ട് ഞാനാ പണിക്ക് പോകുന്ന ആളല്ല സാറേ. നീ നടക്കണില്ലെങ്കിലും നിന്റെ കൂട്ടുകാരന്മാർ വേണ്ടാതിനും ചെയ്താൽ മറുപടി പറഞ്ഞു വരില്ലേ? കൂട്ടുകാരൻ പ്രതിയായ നീ കൂട്ടുപ്രതി ആവില്ലേ സമീറെ? പറയടാ. നീ വാ. സാറേ, ഈ താജുദ്ദീൻ നിങ്ങളെ കൂടുതലുണ്ടോ? ഇല്ല സാറേ, വീട്ടിൽ കാണും. അവന്റെ വീട് എവിടെ? വീട് ഇവിടെ അടുത്താ സാറേ. ഇച്ചിരി മുന്നോട്ട് പോയിട്ട് ഇടത്തോട്ട് പോകണം. ആ വയലിനക്കരെ മൺറോഡാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ? പ്രശ്നമൊന്നുമില്ല, കണ്ടോളാം. അവന്മാരെന്തിനാ താജുദ്ദീനെ അന്വേഷിക്കുന്നത്? പോലീസുകാർ ഇന്നലെ സമീറിനെയും കൊണ്ടുപോയി. സമീറിനെയും കൊണ്ടുപോയോ? എടാ, ഇതെന്തോ പ്രശ്നമാണ് കേട്ടോ. ഓരോരുത്തരും കാര്യം ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചത് അവർ പറഞ്ഞില്ല. പിന്നെന്താ ചോദിച്ചു? അവർ വഴി ചോദിച്ചു, ഞാനത് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഇത് പ്രശ്നമാണോ? ഇപ്പൊ ഇത് വലിയ പ്രശ്നമൊന്നുമില്ല. പോലീസുകാർ വെറുതെ പറയുന്നതായിരിക്കും. മംഗളാത്ത് പോയെ. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്തേ? അവരെന്നെ കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ആര്? ആ പോലീസുകാർ. ഇനി നീ ഇവിടെ നിൽക്കുന്ന അത്ര പന്തിയല്ല. എടാ, നീ ഒരു പണി. നാളെ രാവിലെ ചന്തയിൽ മീൻ വിൽക്കണ കുഞ്ഞിക്കയില്ലേ, പുള്ളി എടുത്ത് തന്നേക്ക്. എവിടെ പോവാനാ? രാജാക്കട്ടി ഷബീറുണ്ട്. ഞങ്ങൾ നിന്നെ ഇവിടെ സേഫായിട്ട് എത്തിക്കാം. ദേ, കണ്ട ഒരു യാത്ര പോകാൻ തോന്നുന്നുണ്ട് കേട്ടോ. പോയിട്ട് വാ. എൻ്റെ കൂടെ നീയും വാ, നമുക്ക് ഒരുമിച്ച് പോവാം. വരാം, ഞാൻ വരാം. ഇപ്പോഴല്ല, കുറച്ചുകൂടെ കഴിയട്ടെ. നീ നമുക്ക് പറ്റിയൊരു താമസ സ്ഥലവും എനിക്കിവിടെ ചെയ്യാൻ പറ്റിയൊരു ജോലിയും കണ്ടുപിടിക്കും. എന്നിട്ട് ഞാൻ വരാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നീ ധൈര്യമായിട്ട് പൊക്കോ. ആ ചെമ്പകമാലിൻ്റെ സ്നേഹം നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അവർ നിന്നെ കാക്കും.
താജുദ്ദീൻ എവിടെ? അവൻ വന്നില്ലേ? നീ അവരുടെ മുങ്ങി കിടക്കണല്ലേടാ. മുങ്ങി നടക്ക്. ആരുടെ പോലീസുകാരേന്ന്? പോലീസുകാരൻ? നിങ്ങൾ എന്തേ പറയാ? ഹോട്ടലിൽ നിന്ന് പോന്ന ഞാൻ കുറച്ച് ദിവസം ലീവ് എടുത്താ. പിന്നെ ലീവ് നീ അവരുടെ കാശടിച്ച് മാറ്റില്ല. ഞാൻ കാശടിച്ച് മാറ്റിന്നോ? ആര് പറഞ്ഞു? ആരെങ്കിലും ആവട്ടെ, നിന്നെ ഉറപ്പാടമാര് പോക്കും. ആര്? അഷ്റഫിക്ക? അല്ലടാ പോലീസുകാര്. താജുദ്ദീൻ നീ കട്ടതിനൊന്നുമല്ല, കൊന്നതിന്. ചെമ്പകമാലിനെ കൊന്നതിന്. ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ല. പിന്നെ എന്തിനാണ് പോലീസുകാർ വട്ടം ചുറ്റി നടന്ന ആൾക്കാരെ പിടിച്ച് ചോദ്യം ചെയ്യുന്നേ? എടാ എല്ലാം തെളിഞ്ഞു. എന്തെളിഞ്ഞെന്ന്? നീയാണ് അമ്മളെ കൊന്നതെന്ന്. ഞാൻ ആരെയും കൊന്നിട്ടില്ല. നിന്റെ അമ്മേന്റെ പ്രായമില്ലടാ അവർക്ക്. നിനക്കൊന്നും ആലോചിക്കാറില്ലടാ. സമീറ പിടിക്കണം. നിങ്ങൾ എന്തിനാണ് പിടിക്കുന്നത്? ഓടും. ഞാൻ ഓടില്ലാതെ വീട്. കുറേ നാളായിടാ പോലീസുകാരൻ ഞങ്ങളുടെ പുറകെ നടക്കുന്നുണ്ട്. നിന്നെ സംരക്ഷിക്കുന്നത് ഞങ്ങളാന്ന് പറഞ്ഞു. നിങ്ങളുടെ വീട് പോലീസ് വന്നാൽ ഞാൻ ഒരു പൊക്കോളാം. നിങ്ങൾ എന്തെങ്കിലും പിടിക്കല്ലേ? ഓർമ്മ വെച്ച കാലം പോലും നിങ്ങൾ എന്നെ കാണുന്നല്ലേ? എന്നിട്ട് എന്നെക്കാളും വിശ്വാസം നിങ്ങൾക്ക് പോലീസിനാ? ഞാൻ ആരും കൊന്നിട്ടില്ല. സമീറ പിടിക്കണം. ഞാനല്ല സാർ. സാർ ഞാനല്ല സാർ. എന്തിനാ സാറേ ആ പാവത്തെ പിടിച്ചോണ്ട് പോണത്? ഇവനാ ചെമ്പകമാളെ കൊന്നത്. അയ്യോ സാറേ, അവ ഇങ്ങനെയൊന്നും ചെയ്യില്ല സാറേ. അവ ഇവിടെ വളർന്ന പയ്യനാ. എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട്. എന്താ സംശയമുണ്ടോ? വീട്ടിൽ നിന്നെടുത്ത കാശ് എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. നീ അത് ചെയ്തതിന്റെ തെളിവുകളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. നീ അതെങ്ങനെ ചെയ്തു എന്ന് മാത്രം പറഞ്ഞു തന്നാൽ മതി. ഇതിനെല്ലാം നിങ്ങൾ തീരുമാനിക്കാൻ എന്റെ അടുത്ത് ചോദിക്കണതിനാ? തർക്കുത്തരം പറയുന്നോടാ രാജീവ്, ഞാൻ ആ ഹോട്ടലിൽ പണിയെടുത്ത് എങ്ങനെയും ജീവിച്ചോട്ടെ. നിങ്ങളെന്റെ ജീവിതം ഇല്ലാണ്ടാക്കരുത്. ഇനി എന്നില്ലാണ്ടാക്കാനടാ.